ദിലീഷ് പോത്തനും പിന്നെ അതുപോലെ വാണി വിശ്വനാഥന്റെ കംബാക്ക് ഒക്കെ ഭയങ്കര എക്സലന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീര മൂവിയാണ്. കാരണം സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. മലയാള സിനിമയിൽ ഗൺ ഫൈറ്റ് ഇതുപോലെ യൂസ് ചെയ്ത വേറൊരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാം. ആഷിഖ് അബു സാറിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വേറെ ലെവലാണ്. കാരണം റൈഫിൾ ക്ലബ്ബ്, ത്രില്ലിംഗ് ഉണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, വാണി ചേച്ചിയുടെയൊക്കെ ഗംഭീര ദൃശ്യം തന്നെ പറയാം. പിന്നെ സുരഭി ചേച്ചി ആണെങ്കിലും ദിലീഷായിട്ടാണെങ്കിൽ ഗംഭീര പെർഫോം. പിന്നെ അടിപൊളി പടമാണ്. എന്ന് വെച്ചാൽ കുറെ നാളായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. മലയാളത്തിൽ പുതിയൊരു പ്രമേയം. അത് എന്തായാലും എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രമാണ്. ഈ പടം കാണുകയാണെങ്കിൽ തിയേറ്ററിൽ കാണണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ഇംഗ്ലീഷ് മൂവി കണ്ടിരിക്കുന്ന പോലെ വേറെ ലെവലാണ് പടം കണ്ടത്. എന്നാലും മലയാള സിനിമയ്ക്ക് ഇതുപോലെ നല്ല പരീക്ഷ ചിത്രങ്ങൾ വരട്ടെ. അഭിനയിച്ച എല്ലാവരുടെയും ടോപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. ഒരു പോയിന്റ് പോലും സിനിമയിൽ നിന്ന് ഔട്ട് ആവില്ല. അത്രയും ഇമെൻസ് ആയിട്ട് നമ്മൾ പടം കണ്ടു. വയലൻസ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിന് കൈയടിക്കാൻ പറ്റുന്ന വയലൻസ് ആണ്. ഒരു തലവെറിക്കുന്ന ആക്ടറായ നസ്രാണിയാണ് ദിലീഷ് പോത്തൻ. പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട് ഒക്കെ കളിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതാണ്. പലതരം മോഡൽ ഗൺസും സ്നൈപ്പറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും.